അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. അതാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വച്ഛാധിപതിയെ തിരഞ്ഞെടുക്കുന്ന ടാസ്കിൽ പുറത്തായതിനെ തുടർന്ന് അനുമോളുടെ ഫോട്ടോ കത്തിക്കേണ്ടി വന്നിരുന്നു. ഇതേ തുടർന്ന് അനുമോൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അനുമോളെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു. നീ ഇതെല്ലാം ഒരു ടാസ്കായി കണ്ടാ പോരെ, എന്തിനാണ് പേഴ്സണലായി എടുക്കുന്നത്? സീരിയൽ നടിമാരെ പോലെ ഇങ്ങനെ അഭിനയിച്ച് തിമിർക്കല്ലേ എന്നാണ് മറ്റുള്ളവർ പറഞ്ഞത്. ടാസ്കിൽ തോറ്റതിന്റെ സങ്കടവും വാശിയും അനുമോളുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞിരുന്നു. അനുമോൾ ആ സങ്കടവും ദേഷ്യവും എല്ലാം കാണിച്ചത് കിച്ചണിൽ നിന്നാണ്. പുതിയ ക്യാപ്റ്റനായ അപ്പാനി ശരത് കിച്ചൺ ടീം തെരഞ്ഞെടുക്കുമ്പോൾ അനുമോളെയും ആ ടീമിലേക്ക് സെലക്ട് ചെയ്തു. കിച്ചൺ ക്യാപ്റ്റനായി നിയോഗിച്ചിരിക്കുന്നത് രേണു സുധിയെയാണ്. എന്നാൽ കിച്ചണിലെ എല്ലാ ഭരണവും അനുമോളുടെ കൺട്രോളിലായിരുന്നു. കിച്ചൺ ടീമിൽ ഇത്തവണ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മറ്റുള്ളവരെല്ലാം സ്വച്ഛാധിപതികളുടെ അടിമകളായിരുന്നു. തുടർന്ന് നെവിനോട് അപ്പാനി ആവശ്യപ്പെട്ടു, താങ്കളുടെ അടിമകളിൽ നിന്ന് 2 പേരെ കിച്ചൺ ടീമിലേക്ക് തരുമോ എന്ന്. അങ്ങനെ റെന ഫാത്തിമയെ വിട്ടുകൊടുക്കുകയായിരുന്നു. റെന ഫാത്തിമയോട് വായക്ക് രുചിയുള്ള എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരുവാൻ വേണ്ടി സ്വച്ഛാധിപതി കൽപ്പിച്ചു. തുടർന്ന് കിച്ചണിലെത്തിയ റെന ഫാത്തിമ, ഇന്ന് തക്കാളി കറി വേണ്ട, പകരം ഉരുളക്കിഴങ്ങ് കറി വല്ലതും വെക്കാമെന്ന് പറഞ്ഞത് അനുമോൾക്ക് ഒട്ടും പിടിച്ചില്ല. കിച്ചണിൽ നീ ഞങ്ങളെ സഹായിച്ചാൽ മതി, ഇവിടെ എന്ത് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾക്ക് കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്ത് തന്നാൽ മാത്രം മതി എന്നാണ് അനുമോൾ പറഞ്ഞത്. എന്നാൽ അതിന് വിസമ്മതിച്ച റെന ഫാത്തിമയുമായി അനുമോൾ പിന്നീട് വഴക്കിലേർപ്പെടുകയായിരുന്നു. ബിഗ് ബോസ് ഹൗസിലെ ഒട്ടുമിക്ക വഴക്കുകളും തുടങ്ങുന്നത് കിച്ചണിൽ നിന്ന് തന്നെയാണ്. കിച്ചൺ ക്യാപ്റ്റൻ രേണു സുധിയാണെങ്കിലും അവിടുത്തെ ഭരണം അനുവിൻ്റെതാണ്. കഴിഞ്ഞ വീക്കിലും അനു തന്നെയായിരുന്നു കിച്ചൺ ഭരിച്ചുകൊണ്ടിരുന്നത്. റെന ഫാത്തിമ ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അനുമോൾ അടുക്കളയിലാണെങ്കിൽ ബാക്കിയുള്ള ഗേൾസ് എല്ലാം അവളുടെ അടിമകളാണ്. വെപ്പും വിളമ്പും എല്ലാം അനുമോൾ മാത്രമാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് അതിൽ കൈകടത്താനുള്ള അവകാശമില്ല. കിച്ചൺ ക്യാപ്റ്റനായ രേണുവിനോട് ചോദിച്ചു, ചേച്ചിയാണോ കിച്ചണിലെ ക്യാപ്റ്റൻ അതോ അനുവാണോ എന്ന്. ഇത് കേട്ടതും രേണു സുധി പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഈ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഒന്ന് ഒഴിവാക്കാമോ, എനിക്ക് ഇതുപോലെയുള്ള ചർച്ചകളിലൊന്നും പങ്കെടുക്കാൻ എന്നെക്കൊണ്ട് ആവില്ല എന്ന് പറഞ്ഞ് രേണു സുധി മാറി നിൽക്കുകയായിരുന്നു. സ്വച്ഛാധിപതികൾക്കും അടിമകൾക്കും കറി വെക്കാൻ പോയ റെന ഫാത്തിമയെ മറികടന്നുകൊണ്ട് അനുമോൾ കറി വെക്കാൻ തുടങ്ങി. പിന്നീട് കിച്ചണിൽ ഒരു വലിയ യുദ്ധം തന്നെയായിരുന്നു. റെന ഫാത്തിമ പറഞ്ഞു, ഞാൻ ഉരുളക്കിഴങ്ങ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്ക് അനുമോൾ ഓടിപ്പോയി തക്കാളി എടുത്ത് അരിയൽ തുടങ്ങി. ഉസൈൻ ബോൾട്ട് പോലും ഇതുപോലെ ഓടില്ല എന്നാണ് അനുമോളെക്കുറിച്ച് റെന ഫാത്തിമ പറഞ്ഞത്. റെന ഫാത്തിമയോട് കിച്ചണിൽ നിന്ന് ഇറങ്ങി പോകുവാൻ വേണ്ടി അനുമോൾ പറഞ്ഞു. എന്നാൽ പോവില്ല എന്ന വാശിയോടുകൂടി റെന ഫാത്തിമയും നിന്നു. എന്നെ കൊന്നാലും ഞാൻ കിച്ചണിൽ പോകില്ല എന്ന വാശിയോട് കൂടിയായിരുന്നു അനുമോളുടെ നൃത്തം. നിനക്ക് വല്ലതും വെച്ച് വിളമ്പി ഉണ്ടാക്കണമെങ്കിൽ നീ ഞങ്ങളുടെ പാചകം കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്താൽ മതിയെന്ന് അനുമോൾ പറഞ്ഞു. ഒരു വീട്ടിൽ 2 അടുക്കള എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. അതാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അനുമോൾക്ക് മാത്രം വെച്ച് വിളമ്പി ഉണ്ടാക്കുവാൻ ഇത് നിന്റെ വീടല്ല, ഞങ്ങൾക്കും അവകാശപ്പെട്ട ഞങ്ങളുടെ റേഷനും കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും ആവശ്യമുള്ളതും തൃപ്തിയുള്ളതും ഈ കിച്ചണിൽ ഉണ്ടാക്കണം, അല്ലാതെ നിന്റെ തീരുമാനങ്ങൾ മാത്രം ചെയ്താൽ പോരാ എന്നാണ് മറ്റുള്ള ഹൗസ്മേറ്റ്സ് പറഞ്ഞത്. പിന്നീട് കിച്ചണിലെ സംഘർഷം കാരണം ക്യാപ്റ്റനായ അപ്പാനി ശരത് തീരുമാനിച്ചു, അനുമോൾ ഇനി കിച്ചൺ ടീമിൽ വേണ്ട എന്ന്. എന്നാൽ ക്യാപ്റ്റൻ പറഞ്ഞത് അനുസരിക്കില്ല എന്ന വാശിയിലായിരുന്നു പിന്നീട് അങ്ങോട്ട് അനുമോൾ. തന്നെ പോലെയുള്ള ഊള ക്യാപ്റ്റന്മാരൊന്നും പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല എന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. പിന്നീട് അപ്പാനിയും അനുമോളും തമ്മിലായിരുന്നു യുദ്ധം. അനുമോളുടെ വാശിക്ക് മുന്നിൽ അപ്പാനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. പിന്നീട് അപ്പാനി ബിഗ് ബോസിനോട് പോയി കംപ്ലൈന്റ് ചെയ്യുകയായിരുന്നു. എന്തു തന്നെയായാലും ബിഗ് ബോസ് ഹൗസിലെ എല്ലാ വഴക്കും തുടങ്ങുന്നത് കിച്ചണിൽ നിന്ന് തന്നെ.